നമസ്കാരം. നമ്മുടെ ഇന്ത്യ, നമ്മുടെ സ്വന്തം രാജ്യമായ നമ്മുടെ ഇന്ത്യ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 1950 വർഷം നമ്മൾ റിപ്പബ്ലിക്കായി. 1951, 52 വർഷങ്ങളിൽ ഒരു പൊതു തിരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ രീതിയിലുള്ള ആദ്യത്തെ സർക്കാർ ഭരണം നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നു. അതിനുശേഷം ഇന്ന് വരെ നമ്മുടെ നാട്ടിൽ ജനാധിപത്യ രീതിയിലുള്ള ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകർത്താക്കളെ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് 400-500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ എങ്ങനെയായിരുന്നു? അന്നത്തെ ഇന്ത്യ ആരായിരുന്നു ഭരിച്ചിരുന്നത്? അന്നത്തെ ഭരണകൂടങ്ങൾ ആരായിരുന്നു? ജനജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കിയാലോ. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ 1ാമത്തെ പാഠം മധ്യകാല ഇന്ത്യ. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വിദ്യാ പ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരെ പോവുകയാണ് മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 ഭരണകൂടങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നേരെ നമ്മുടെ പാഠത്തിലേക്ക് പോകല്ലേ. അതിനു മുമ്പായിട്ട് 2 കാര്യം പറയാനുണ്ട്. ഒന്ന്, ഈ വീഡിയോ കാണുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാർ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. രണ്ടാമത്, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം, സോഷ്യൽ സ്റ്റഡീസാണ്, ഹിസ്റ്ററി പാഠഭാഗങ്ങളാണ്. അപ്പോൾ കുറച്ചൊക്കെ ഉറക്കം വരും. ഞാൻ നിങ്ങൾക്ക് ഉറക്കം വരാത്ത രീതിയിൽ ഒരു കഥ പറയുന്നത് പോലെ ഈ പാഠഭാഗം വളരെ പെട്ടെന്ന് എടുത്തു തീർക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പം നേരെ നമ്മൾ പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. ഒരിക്കൽ കൂടി വിദ്യാ പ്ലസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നേരെ നമ്മൾ വരികയാണ്. പാഠഭാഗം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 1ാമത്തെ ചിത്രം നിങ്ങൾ എല്ലാവർക്കും നല്ല പരിചയം കാണും. 2ാമത്തെ ചിത്രം കുറച്ചെങ്കിലും ആളുകൾ സിനിമകളിലോ അല്ലാതെയോ നേരിട്ട് പോയൊക്കെ കണ്ടവരുണ്ടായിരിക്കാം. 1ാമത്തെ ചിത്രം എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ഓഗസ്റ്റ് 15 നമ്മൾ ദേശീയ പതാക ഉയർത്തുന്ന സ്ഥലം, അതാണ് ചെങ്കോട്ട. 2ാമത്തേത് ഹംപി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്ഷേത്രങ്ങളുടെ ചിത്രമാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ പാഠഭാഗങ്ങളുമായിട്ട് ഇവയ്ക്ക് ബന്ധം എന്ന് ചോദിച്ചാൽ എന്താണ്? 1ാമത്തേത് ചെങ്കോട്ട നിർമ്മിച്ചത് മുഗൾ ഭരണകർത്താക്കളായിരുന്നു. 2ാമത്തേത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപിയുടെ ചിത്രവുമാണ്. അപ്പം നേരെ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത് ഈ 2 സാമ്രാജ്യങ്ങളെ കുറിച്ചാണ്. 1ാമത്തേതാണ് മുഗൾ സാമ്രാജ്യം, 2ാമത്തേത് വിജയനഗര സാമ്രാജ്യം. ഓക്കെ, അപ്പം നേരെ നമ്മൾ ആ പാഠത്തിലേക്ക് പോവുക കേട്ടോ. നിങ്ങൾ മുഗൾ ഭരണകൂടത്തെക്കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ടാവാം. മുഗൾ രാജാക്കന്മാരെ കുറച്ച് പേര് ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ മുഗൾ ഭരണകൂടം തുടങ്ങുന്നത് എന്നാണ്? 1526 കേട്ടോ. അപ്പോൾ കൊടുത്തിട്ടുണ്ട് 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത്. ആദ്യത്തെ മുഗൾ ചക്രവർത്തി എന്ന് പറയുന്നത് ബാബർ ആയിരുന്നു. അങ്ങനെ 1757 വരെയായിരുന്നു മുഗൾ ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പ്രമുഖരായ മുഗൾ ഭരണകർത്താക്കളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് എന്നിങ്ങനെ ഒരുപാട് പ്രമുഖരായ ആൾക്കാരെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിലില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, എന്നാലും കുറച്ച് പ്രമുഖരായ ആൾക്കാരെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ബാബർ 1526 മുതൽ 1530 വരെ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? സഹീറുദ്ദീൻ മുഹമ്മദ് എന്നായിരുന്നു. ഹുമയൂൺ 1530 മുതൽ 1540 വരെയും പിന്നീട് 1555 മുതൽ 1556 വരെയും. അദ്ദേഹത്തിന് ശരിക്കും പേരെന്തായിരുന്നു? നസീറുദ്ദീൻ മുഹമ്മദ് എന്നാണ്. അക്ബറിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ 1556 മുതൽ 1605 വരെയാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് ജലാലുദ്ദീൻ മുഹമ്മദ് എന്നാണ്. പിന്നെ ജഹാംഗീർ 1605 മുതൽ 1627 വരെ. അദ്ദേഹത്തിൻ്റെ പേര് നൂറുദ്ദീൻ മുഹമ്മദ് എന്നാണ്. പിന്നീട് ഷാജഹാൻ, അദ്ദേഹം 1628 മുതൽ 1658 വരെ. അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് ഷിഹാബുദ്ദീൻ മുഹമ്മദ് എന്നാണ്. ലാസ്റ്റ് ഔറംഗസേബ് 1658 മുതൽ 1707 വരെ. അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് മൊയിനുദ്ദീൻ മുഹമ്മദ് എന്നാണ്. ഈ ചിത്രത്തിൽ കൊടുത്തല്ലാതെ ഒരുപാട് മുഗൾ ഭരണകർത്താക്കൾ വേണ്ട കേട്ടോ. ആസം ഷാ, ബഹദൂർ ഷാ, ആലംഗീർ,
ഷാജഹാൻ മൂന്നാമൻ, അങ്ങനെ അയച്ച അവസാനത്തെ ഭരണകർത്താവായ ചക്രവർത്തിയായ ബഹാദൂർ ഷാ രണ്ടാമൻ വരെ നീണ്ടു കിടക്കുന്ന ഒരുപാട് മുഗൾ ചക്രവർത്തിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഹുമയൂൺ ചക്രവർത്തി രണ്ടാമത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1530 മുതൽ 1540 വരെയും 1555 മുതൽ 1556 വരെയും. ആ 40നും 55 ഇടയ്ക്ക് ഒരു 15 വർഷ കാലഘട്ടം എന്താണ് ഒരു ഇടവേള വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. 2 പ്രാവശ്യം അങ്ങനെ ഭരിച്ചല്ലോ എന്നൊക്കെ. എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹുമയൂൺ ചക്രവർത്തിയില്ല, അദ്ദേഹത്തെ ഷേർഷാ സൂരി എന്ന് പറയുന്ന ആൾ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ഭരണം അട്ടിമറിച്ച് നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ഹുമയൂൺ ചക്രവർത്തി നാട് വിട്ടു പോവുകയും 15 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്താണ് പേർഷ്യൻ ചക്രവർത്തിമാരായ ഷാ അവരുടെ സഹായത്തോടു കൂടി ഭരണം പിടിച്ചെടുക്കുകയും വീണ്ടും മുഗൾ ഭരണം ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് 15 വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഇവരുടെ ശരിക്കും പേര് ഒന്ന് നോക്കണ്ട, ആ പേര് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ തുടങ്ങിയ പേരുകൾ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. പേരുകൾ പഠിച്ചല്ലോ. അപ്പോൾ നേരെ നമുക്ക് മുഗൾ ചക്രവർത്തിമാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊരു മുഗൾ ചക്രവർത്തിമാരുടെ ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് ആൽബമൊക്കെ നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് അന്നത്തെ ഔറംഗസേബിൻ്റെ കാലത്തെ മുഗൾ രാജ്യത്തെക്കുറിച്ചാണ്. 1707 മുഗൾ രാജ്യം, അന്നത്തെ മുഗൾ ഭരണകൂടം എങ്ങനെയായിരുന്നു എന്ന് ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇതിപ്പോൾ ഇന്ത്യ ഉണ്ട്, ഇന്ത്യയുടെ ഇന്നത്തെ അയൽ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് രാജ്യങ്ങളൊക്കെ അങ്ങനെ കാണാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഇന്ത്യയിൽ തുടങ്ങുകയാണ്. ഇവിടെ ഈ സിന്ധ്, മുൾട്ടാൻ തുടങ്ങിയ ലാഹോർ, പെഷ്വാർ ഇതെല്ലാം തുടങ്ങിയ ഭാഗങ്ങൾ എന്താണ്? ഇത് പാകിസ്ഥാൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ നമ്മളെ ധാക്ക, ബംഗ്ലാ ഇതെല്ലാം ചേർന്ന ഭാഗം എന്തായിരിക്കും? ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ്. ഇവിടെ ഈ കാബൂൾ അത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമാണ്. ഈ ഭാഗങ്ങളെല്ലാം ഇന്നത്തെ നേപ്പാളിൻ്റെ ഭാഗമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ ഇന്നത്തെ അയൽ രാജ്യമായ കാബൂള്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു അന്നത്തെ മുഗൾ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ അന്നത്തെ ചിത്രം. അപ്പോൾ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പം അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇങ്ങനെ ലിസ്റ്റുകൾ നിങ്ങളുടെ തയ്യാറാക്കണം. ഒരു കുറിപ്പായിട്ട് പറയുന്നുണ്ട് മുഗൾ ഭരണം എങ്ങനെയാണ് വന്നത് എന്നുള്ളത്. മുഗളന്മാർ എങ്ങനെയായിരുന്നു ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. അത് 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചൊരു യുദ്ധം നടക്കുകയുണ്ടായിരുന്നു. അത് 1526 ഇന്നത്തെ ഹരിയാനയിലെ പാനിപ്പത്ത്, അതിന് 1-ാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിച്ചു. ഈ യുദ്ധത്തിൽ കൂടിയാണ് മുഗളന്മാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അത് അന്നത്തെ ലോധി വംശത്തിലെ ഇബ്രാഹിം ലോധിയും അതിന് ബാബറും തമ്മിലായിരുന്നു യുദ്ധം നടന്നിരുന്നത്. ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പരമായിട്ട് ആ യുദ്ധത്തിൽ ബാബർ ജയിക്കുകയും അങ്ങനെയാണ് മുഗൾ സാമ്രാജ്യം ഇന്ത്യയിലേക്ക് വന്നത്. മനസ്സിലല്ലേ? ഓക്കെ. ഇവിടെ ഒരു കുറിപ്പ് കൊടുക്കുന്നുണ്ട്, ശരിക്കും വായിക്കുക. ഈ കുറിപ്പൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പാക്കിയ, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. വായിച്ചില്ലേ? അപ്പോൾ ഇതിൽ ജസ്യൂട്ട് പാതിരിയായിരുന്ന പീർ ജാറി അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം 1605 എഴുതിയ അനുശോചനക്കുറിപ്പാണിത്. ഇപ്പോൾ ജസ്യൂട്ട് പാതിരിമാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു മിഷനറി പ്രവർത്തനങ്ങളുമായിട്ട് ലോകം മൊത്തം കറങ്ങി നടക്കുകയും ജനങ്ങൾക്ക് ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്തു വരുന്നത് ജസ്യൂട്ട് പാതിരിമാർ ഒരു മിഷനറി പ്രവർത്തകരായിരുന്നു. അപ്പോൾ അതിൽപ്പെട്ട അതിൻ്റെ ആളായ പീർ ജാറിക് അദ്ദേഹമാണ് ഇങ്ങനെ കുറിപ്പ് പറഞ്ഞത്. അപ്പോൾ ഈ കുറിപ്പ് നമുക്ക് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട്? അക്ബർ ചക്രവർത്തിയെ കുറിച്ച് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട്? അക്ബർ ചക്രവർത്തി അതിശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു അല്ലേ? അക്ബർ ഒരു അതിശക്തനായ ചക്രവർത്തിയായിരുന്നു. വേറെന്താണ്? പ്രജകൾക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളതുപോലെ ആജ്ഞാശക്തി കൂടെ ഉള്ള ആളായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. അതേസമയം അദ്ദേഹം എന്തെങ്കിലും ഒരു ആജ്ഞ, ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ അനുസരിക്കാൻ ആ ജനങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നു. അടുത്ത പോയിന്റ് എന്താണ്? ജാതി മത വർണ്ണ ഭേദമില്ലാതെ എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കി. ജാതി മതം, അതായത് അന്നത്തെ കാലഘട്ടങ്ങളിൽ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാ മതവിശ്വാസികളായാലും അവർക്കെല്ലാവർക്കും തുല്യനീതി നടപ്പിലാക്കി. പിന്നെ ലാസ്റ്റ് പോയിന്റാണ്, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറി. കരുത്തായ ആളുകളോട് നീ തെറ്റു കഴിഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്യുകയും കരുത്തില്ലാത്ത ആൾക്കാരോട് കരുണയോടും പെരുമാറി. ഇതൊക്കെയായിരുന്നു നമുക്കിതിൽ നിന്ന് കണ്ടെത്തിയ പോയിന്റുകൾ.
അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്താണ്? 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഇബാദത്ത് ഖാന? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന. ഖാന എന്ന് പറഞ്ഞാൽ കേന്ദ്രം അല്ലെങ്കിൽ ഒരു വീട്, ഭവനം എന്നൊക്കെയാണ്. അപ്പോൾ ഇബാദത്ത് ഖാന ഒരു ആരാധനാ കേന്ദ്രം. അദ്ദേഹം 1575 ഒരു ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. അപ്പോൾ വിവിധ മതങ്ങളിലെ പണ്ഡിതര്, പ്രമുഖരെ ഒക്കെ ഇവിടെ ഒത്തുചേർന്ന് മറ്റു മതങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചകളൊക്കെ ചെയ്യും. ഒരു സൗഹാർദ്ദപരമായ ചർച്ചകളും വിശകലനങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി എല്ലാ മതസ്ഥർക്കും പ്രവേശനമുള്ള രീതിയിൽ അദ്ദേഹം ഒരു ആരാധനാ കേന്ദ്രം പണിതിറക്കി. അതേപോലെ തന്നെ എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം ദീൻ ഇലാഹി എന്ന് പറയുന്ന ഒരു മതവും രൂപം കൊടുത്തു. അതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ സുൽഹ് ഈ കുൽ എന്നാണ്. സുൽഹ് ഈ കുൽ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? എല്ലാവർക്കും സമാധാനം എന്നാണ്. കുൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, സുൽഹ് എന്ന് പറഞ്ഞാൽ സമാധാനം. അപ്പം എല്ലാവർക്കും സമാധാനം എന്നാണ് ദീൻ ഇലാഹി എന്ന മതത്തിൻ്റെ ആശയം. പക്ഷേ അക്ബറിനോട് ചേർന്ന് അക്ബറിൻ്റെ കാലങ്ങൾക്ക് ശേഷം അധികം പ്രചരണം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ദീൻ ഇലാഹി എന്ന് പറഞ്ഞ മതം അതുപോലെ കാലഹരണപ്പെട്ടു പോവുകയായിരുന്നു. അതിനുശേഷം വേറൊരു പോയിന്റ് പറയുന്നത് ജസിയ എന്ന് പറയുന്നത്. ഇപ്പം മുമ്പത്തെ പോയിന്റ് നമ്മൾ എന്താ പഠിച്ചത്? ഇബാദത്ത് ഖാന എന്ന വാക്ക് പഠിച്ചു. അതേപോലെ ദീൻ ഇലാഹി എന്നൊരു വാക്ക് പഠിച്ചു. സുൽഹ് ഈ കുൽ അല്ലെങ്കിൽ എല്ലാവർക്കും സമാധാനം. ഈ 3 വാക്കുകൾ ഓർത്തു വെക്കണേ. അടുത്തൊരു ഓർത്തു വെക്കാനുള്ള വാക്കാണ് ജസിയ എന്ന് പറയുന്ന മതനികുതി. ജസിയ എന്ന് പറയുന്ന മതനികുതി അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ജീവിക്കുമ്പോൾ അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഞങ്ങൾ ഉറപ്പുവരുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണാധികാരി വാങ്ങിക്കൊണ്ടിരുന്ന നികുതിയായിരുന്നു ജസിയ. പല ഇസ്ലാം രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അതിനുശേഷം പല രാജ്യങ്ങളും അത് എടുത്തൊഴിവാക്കി. അതേപോലെ അക്ബർ ചക്രവർത്തിയും എൻ്റെ രാജ്യത്തല്ല ആരും നികുതി തരേണ്ട, മതത്തിൻ്റെ പേരിൽ ആരും ഞാൻ വിഭജിക്കുന്നില്ല, എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ജസിയ എന്ന് പറഞ്ഞ നികുതി എടുത്തൊഴിവാക്കി. ഓക്കെ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ രാജാ മാൻസിംഗ്, രാജാ ടോഡർമാർ, അതേപോലെ രാജാ ഭഗവന്ത് ദാസ്, ബീർബർ എന്ന് പറഞ്ഞ ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം എല്ലാ മതസ്ഥർക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു ഭരണം നയിച്ചിരുന്നത്. അപ്പം ഒരു കുറിപ്പ് തയ്യാറാക്കാനുണ്ട്. അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം? മത നേതാക്കന്മാർ ഒത്തുചേർന്ന് ചർച്ചകൾ നടത്താനുള്ള സൗകര്യം, എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ ചേർത്തിണക്കി ദീൻ ഇലാഹി രൂപം കൊടുത്തു, എല്ലാവർക്കും സമാധാനം, അതായത് സുൽഹ് ഈ കുൽ എന്നൊരു ആശയം മുമ്പോട്ട് വെച്ചു, എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയാണെന്ന ആശയം വ്യക്തമാക്കി. ഇപ്പോൾ ടൈപ്പിങ്ങിൻ്റെ മിസ്റ്റേക്കാണ്, വേണ്ടിയിട്ട് കാണുന്നില്ല. അപ്പം എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയാണെന്ന ആശയവും വ്യക്തമാക്കി. ഇതൊക്കെയായിരുന്നു അദ്ദേഹം ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ചേതോവികാരം. എൻ്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയെ വർദ്ധിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഈ കുൽ എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അക്ബർ ചക്രവർത്തി അദ്ദേഹം കൽപ്പിച്ചതായിട്ട് പറയുന്നത്. അതായത് ഏത് മതക്കാരായിട്ടും സഹോദര്യത്തിലും സ്നേഹത്തിലും കഴിയണം, മൃഗങ്ങളെ കൊല്ലരുത്, യുദ്ധത്തിന് വേണ്ടിയല്ലാതെ ആയുധങ്ങൾ എടുക്കരുത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ മുമ്പ് പോയിന്റുകളിൽ പഠിച്ചിട്ടുള്ള ദീൻ ഇലാഹി പഠിച്ചു, ജസിയ പഠിച്ചു, ഇബാദത്ത് ഖാന എന്ന് പഠിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. സുൽഹ് ഈ കുൽ അല്ലെങ്കിൽ എല്ലാവർക്കും സമാധാനം, ഇത്ര വാക്കുകൾ, ഈ 4-5 വാക്കുകൾ പഠിച്ച് തന്നെ ഇത്രയും പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് മുഗൾ സൈന്യത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒരു രാജ്യം അല്ലെങ്കിൽ രാഷ്ട്രമാവുമ്പോൾ അതിൻ്റെ സൈന്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മുഗൾ സൈന്യത്തെ എന്താ പറയുക? മാൻസബ്ദാരി സിസ്റ്റം എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ മാൻസബ്ദാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനായിരിക്കും ഈ മാൻസബ്ദാരി സിസ്റ്റം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം വിവിധ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് ഓരോ ഏരിയകളെയും എന്താക്കും? മാൻസബ് എന്ന് പറഞ്ഞ രീതിയിൽ പിരിച്ചിട്ട് ഒരു മാൻസബ്ദാർ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കും ആ ഏരിയ. സ്ഥലങ്ങൾ അയാളോട് പറയും, നിങ്ങൾ ഈ ഭാഗത്ത് നികുതി പിരിക്കണം. ഈ ഭാഗത്ത് നികുതി പിരിച്ചിട്ട് നിശ്ചിത എണ്ണം കുതിരപ്പടയാളികളെ നിങ്ങൾ തീറ്റിപ്പോറ്റണം. കുതിരകളെയും പടയാളികളെയും ശമ്പളം എല്ലാം കൊടുത്ത് നിർത്തണം. രാജാവിന് എപ്പോഴാണ് യുദ്ധത്തിന് ആവശ്യം വരുമ്പോൾ ആ സമയങ്ങളിൽ ഈ പടയാളികളെ യുദ്ധത്തിന് നിങ്ങൾ തയ്യാറാക്കി അവിടെ എത്തിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ മാൻസബ്ദാരി സിസ്റ്റം എത്തിക്കണം. അപ്പോൾ രാജാവിൻ്റെ ഈ എന്താ പറയുക, യുദ്ധത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടത് പൊതുഖജനാവിൽ നിന്ന് പോകുന്നതിന് പകരം നേരിട്ട് പണം നൽകുന്നതിന് പകരമായിട്ട് ഈ മാൻസബ്ദാർ സിസ്റ്റം ഉള്ളത് കൊണ്ട് ഈ മാൻസബ്ദാർ ആയിരിക്കും
ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കി നടത്തുക. അയാളുടെ കയ്യിൽ 100 1000 പടയാളികളെ ഓരോ മാൻസബ്ദാറും കൊണ്ടു നടന്ന് അവർക്ക് വേണ്ട പരിശീലനങ്ങളും കൊടുത്ത് ചെലവുകളും വഹിച്ച് മുമ്പോട്ട് പോകും. രാജ്യത്തിൻ്റെ ഏത് ഭാഗത്താണ് യുദ്ധം ആവശ്യമുള്ളത് ആ ഭാഗത്തെ മാൻസബ്ദാർ അവരെ വിളിച്ചിട്ട് അങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടി പടയാളികളെ രാജാവ് എത്തിക്കും. ഇങ്ങനെയായിരുന്നു മുഗൾ സൈന്യത്തിനുണ്ടായിരുന്ന മാൻസബ്ദാരി സിസ്റ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ മാൻസബ്ദാരി സിസ്റ്റം എല്ലാവർക്കും മനസ്സിലായില്ലേ? എങ്ങനെയായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായമാണ് മാൻസബ്ദാരി എന്ന് പറയുന്നത്. അപ്പോൾ മാൻസബ് എന്ന് പറഞ്ഞാൽ അതിലെ കുതിര പടയാളികളുടെ എണ്ണമാണ്. മാൻസബ്ദാർ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥനാണ് അല്ലെ, മാൻസബ്ദാർ ഉദ്യോഗസ്ഥനാണ്. മാൻസബ് എന്ന് പറഞ്ഞാൽ കുതിര പടയാളികളുടെ എണ്ണമാണ്. ഇനി മുഗൾ ഭരണരീതിയെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. മുഗൾ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു മുഗൾ ഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ എന്താക്കുന്നു, സംസ്ഥാനങ്ങളായിട്ട് പിരിച്ചിരിക്കുന്നു. സംസ്ഥാനങ്ങളുടെ ജില്ലകളായിട്ടും, ജില്ലകൾ എന്താണ് പഞ്ചായത്തുകളായിട്ടും, പഞ്ചായത്തുകളെ ഗ്രാമങ്ങളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ടല്ലോ, വാർഡുകളായിട്ടൊക്കെ തിരിച്ചിരിക്കുന്നത് പോലെ ഇവിടെ രാജ്യത്തെ സുബ എന്നും, സുബേനെ സർക്കാർ എന്നും, സർക്കാരിനെ പർഗാനായിട്ടും, പർഗാന ഗ്രാമമായിട്ടും, ഇങ്ങനെ 4 രീതിയിൽ തരം തിരിച്ചിട്ടുണ്ടാവും ഭരണം എളുപ്പമാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏറ്റവും താഴെ ഗ്രാമമാണ്, ഗ്രാമങ്ങൾ ചേർന്ന് പർഗാനയായും, പർഗാന ചേർന്ന് സർക്കാരായിട്ടും, ഇവയെല്ലാം ചേർന്ന് സുബയായിട്ടും മാറും. ഇങ്ങനെ 4 രീതിയിലായിരിക്കും മുഗൾ ഭരണരീതി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മുകളിൽ നിന്ന് പഠിച്ചത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മുഗൾ ഭരണകർത്താക്കളെ കുറിച്ച് പഠിച്ചു, അക്ബർ സ്ഥാപിച്ച മതം ദീൻ ഇലാഹിയെ കുറിച്ച് പഠിച്ചു, പിന്നെ ഇബാദത്ത് ഖാനയെ കുറിച്ച് പഠിച്ചു, ജസിയ എന്ന് പറഞ്ഞ മതനികുതി ഒഴിവാക്കിയെ കുറിച്ച് പഠിച്ചു, മുഗൾ സൈന്യത്തെ കുറിച്ച് പഠിച്ചു, മാൻസബ്ദാരി സിസ്റ്റം ആയിരുന്നു. പിന്നെ മുഗളത്തെ ഭരണരീതി എന്തായിരുന്നു, സുബ, സർക്കാർ, പർഗാന, ഗ്രാമം 4 ആയിട്ട് പിരിച്ചിട്ടുള്ള ഒരു ഭരണരീതിയായിരുന്നു. ഇത്തരം കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇങ്ങനെയൊക്കെ പിരിച്ചാലും രാജ്യത്തിന്റെ പരമാധികാരം സർവ്വ സൈന്യാധിപനും ഒക്കെ ചക്രവർത്തി തന്നെയായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ രാജാവിന് എല്ലാ ഭാഗവും നേരിട്ട് ഇടപെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭരണത്തിൽ രാജാവിനെ സഹായിക്കാൻ വേണ്ടി മന്ത്രിമാരും മറ്റു ആൾക്കാരൊക്കെ ഉണ്ടാകുമായിരുന്നു. അതേപോലെ കോടതികൾക്ക് പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാർ, അതായത് ഗാസിമാരായിരുന്നു വിധികൾ പറഞ്ഞിരുന്നത്. ഈ വിധികളിൽ എന്തെങ്കിലും അപ്പീൽ ഉണ്ടായിരുന്നെങ്കിൽ അപ്പീൽ അധികാരം കൊടുക്കും ചക്രവർത്തിക്കായിരുന്നു. അപ്പോൾ ചക്രവർത്തിയാണ് പിന്നെ ഇതിൽ അപ്പീൽ അധികാരമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ തദ്ദേശീയരായ മതപണ്ഡിതന്മാരെന്തെങ്കിലും വിധി പറയും. ആ വിധികളിൽ തീർപ്പായിട്ടില്ലെങ്കിൽ, മോഷണക്കുറ്റം, കൊലക്കുറ്റം അങ്ങനെ എന്തുണ്ടെങ്കിലും വിധികൾ റെഡിയായിട്ടില്ലെങ്കിൽ പിന്നെ ആ വിധിയിൽ അപ്പീൽ കൊടുക്കുന്നത് ചക്രവർത്തി ആയിരിക്കും. അപ്പോൾ അതിനുള്ള മന്ത്രിമാരെ, വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ രാജാവ് നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് ഗാസിമാരുടെ കീഴിൽ ആളുകൾ വന്നിട്ട് 2 ഭാഗമായിട്ട് വാദികളും പ്രതികളുമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ അക്ബർ ചക്രവർത്തി പരാതികൾ കേൾക്കുകയും വിധി പ്രസ്താവിക്കുകയൊക്കെ ചെയ്യുന്ന ചിത്രകാരന്റെ ഭാവനയിൽ കൊടുത്തിരിക്കുകയാണ്. പിന്നെ മുഗൾ ഭരണകാലത്തെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തായിരുന്നു അപ്പോൾ മുഗൾ സാമൂഹിക എന്ന് വെച്ചാൽ അത്യാവശ്യം സമ്പത്തുള്ള ഒരു അന്നത്തെ മൊത്തം GDP-യിൽ തന്നെ ഏറ്റവും മുന്നിൽ നിന്നൊരു ഒരു ഭരണകൂടമായിരുന്നു മുഗൾ ഭരണകൂടം. മുഗൾ സാമ്രാജ്യം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഒക്കെ. അപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുണ്ടായിരുന്ന കർഷകരും മറ്റ് ജനവിഭാഗങ്ങളൊക്കെ ആയിരുന്നു. ഏറ്റവും മുകളിൽ ഉദ്യോഗസ്ഥരും രാജാവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഏറ്റവും അടിത്തട്ടിലുള്ള കർഷകർക്കിടയിൽ തന്നെ വിവിധ ജാതി മത വ്യത്യാസമുള്ള അവരുടെ ഒരു വിഭജനങ്ങളുണ്ടായിരുന്നു. ഇത് ഒഴിവാക്കാൻ വേണ്ടി രാജാവ് ശ്രമിച്ചിരുന്നെങ്കിൽ കൂടെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു ഉയർന്ന ജാതിക്കാരൻ, കീഴ് ജാതിക്കാരൻ എന്ന രീതിയിലുള്ള വിഭജനമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള അവരുടെ ഭക്ഷണ രീതി, വസ്ത്രം, ഭക്ഷണം, ജീവിത രീതി ഇവയിലൊക്കെ ഈ അവരുടെ ജാതി അനുസരിച്ച് വ്യത്യാസമുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ഒരിക്കലും മാറ്റാനും സാധിച്ചിരുന്നില്ല. ചിലപ്പോൾ സാധാരണ ജനങ്ങൾ, കൃഷിക്കാർ, താഴേക്കിടയിൽ കിടക്കുന്ന ജനങ്ങൾക്കിടയിൽ അപ്പോഴും സാമൂഹിക വ്യവസ്ഥയിലൊക്കെ ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും മുകളിൽ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ ഈ മാൻസബ്ദാർ ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ, രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നത്. താഴ് ജാതിയിലായിരുന്നു കൃഷിക്കാരുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ കൃഷിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കൃഷി ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരു തുടങ്ങിയവയൊക്കെ അന്ന് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവയെല്ലാം കൃഷി ചെയ്ത് വിദേശത്തേക്ക് കാഴ്ച അയച്ചിരുന്നു. ഇന്ത്യയിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത ഇനങ്ങളായ നെല്ലിനങ്ങളും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. നമ്മളെ ബസുമതി അരിയില്ല, ബസുമതി അരിയിൽ തന്നെ വിവിധ ഇനങ്ങളിൽപ്പെട്ട നെല്ലുകളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അവയെല്ലാം വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കൃഷിക്ക് ജലസേചനം എന്ന് പറഞ്ഞൊരു പേർഷ്യൻ ചക്രം എന്ന് പറഞ്ഞാൽ നമ്മൾ തേക്ക് കൊട്ട പോലത്തെ ഒരു ചക്രമാണ്.
നെല്ലിനൊക്കെ നമ്മൾ പാടശേഖരങ്ങളിൽ വെള്ളം തേവാൻ ഉപയോഗിച്ചിരുന്ന തേക്കുകൊട്ട പോലത്തെ സാധനമാണ് പേർഷ്യൻ ചക്രം എന്ന് പറയുന്നത്. അതും കനാലുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു? കൃഷിയായിരുന്നു, ബഹുഭൂരിപക്ഷം കൃഷി തന്നെയായിരുന്നു. കൃഷിയിൽ നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി നെല്ലിനങ്ങൾ ഉണ്ടായിരുന്നു. കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കനാലുകളും തേക്ക് കൊട്ടകളും അല്ലെങ്കിൽ പേർഷ്യൻ ചക്രവും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് പേർഷ്യൻ ചക്രം അല്ലെങ്കിൽ തേക്ക് കൊട്ട എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കാലുകൊണ്ട് ചവിട്ടുന്ന സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കൈകൊണ്ട് കറക്കുന്ന രീതിയിലായിരുന്നു പേർഷ്യൻ ചക്രം. ഇതിൻ്റെ ഒരു വേറെ പരിഷ്കരിച്ച രൂപമായിരുന്നു നമ്മൾ നാട്ടിലേക്ക് പൂർവികർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സാമ്പത്തിക രീതി നമ്മൾ പഠിച്ചു. ഇങ്ങനെ കൃഷി ചെയ്ത സാധനങ്ങൾ നമ്മൾ വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു. തുണികൾ, പട്ട്, പഞ്ചസാര, അരി ഇതൊക്കെ കയറ്റുമതി ചെയ്തു. അങ്ങനെ കയറ്റുമതി ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അന്നത്തെ മുഗൾ സാമ്രാജ്യത്തിലെ ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയൊക്കെ അന്നത്തെ പ്രധാന നഗരങ്ങളായിരുന്നു. കയറ്റുമതിക്കും കൃഷിക്കും വ്യാപാരത്തിനും വിദേശികൾ, അറബികൾ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാരൊക്കെ, വിദേശികളൊക്കെ, ചൈനക്കാരൊക്കെ, വൈദേശികളൊക്കെ വന്ന് വ്യാപാരം നടത്തിയിരുന്ന അന്നത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവയൊക്കെ. ധാക്ക എന്ന് പറയുന്നത് ഇന്നത്തെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ്. പിന്നെ മുർഷിദാബാദ് എവിടെയാണ്? മുർഷിദാബാദ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വെസ്റ്റ് ബംഗാളിലെ ബംഗ്ലാദേശിന്റെ അതിർത്തിയായിട്ട് ഒരു മുർഷിദാബാദ് ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ രാജ്യം ഇവിടെ ഇന്ത്യയാണ്. ലാഹോർ ഇന്നത്തെ പാകിസ്ഥാനിലാണ്. സൂറത്ത് ഇന്ത്യയിലാണ്. ആഗ്രയും ഇന്ത്യയിലാണ്. ഇനി സാംസ്കാരിക സമന്വയമാണ്. സംസ്കാരം എന്താണ്? കലാ സംസ്കാരമൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. സാംസ്കാരിക സമയം ഇതൊരു പുറംചട്ടയാണ്. ഇതൊരു പുസ്തകത്തിന്റെ പുറംചട്ട എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? അന്നത്തെ കാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട നമ്മളുടെ മഹാഭാരതമല്ലേ, നമ്മളുടെ മഹാഭാരതത്തിന്റെ പേർഷ്യൻ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട, വിവർത്തനം ചെയ്യപ്പെട്ട ഒരു മഹാഭാരതത്തിന്റെ ഒരു രസ്നാമ അല്ലെങ്കിൽ മഹാഭാരത രസ്നാമ എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെടുന്ന പുറംചട്ടയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കലകൾ, സാഹിത്യങ്ങൾ, നമ്മുടെ ഭാരതീയന്റെ പുസ്തകങ്ങളൊക്കെ പേർഷ്യയിലേക്ക് അന്നത്തെ കാലത്ത് അവർ വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ പേർഷ്യൻ ഭാഷയും പേർഷ്യൻ കലാനിർമ്മിതികളും സാഹിത്യവും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട. ഇതൊക്കെ എന്താണ്? ഇവിടെ പേർഷ്യ വാസ്തുവിദ്യ അനുസരിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളുടെ ഒരു ഉദാഹരണമാണ്. പിന്നെ പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് ഉറുദു എന്ന് പറയുന്നൊരു ഭാഷ കൂടെ രൂപപ്പെട്ടു. അതായത് ഉറുദു എന്ന ഭാഷ, പേർഷ്യൻ, ഹിന്ദി ഭാഷ കൂടിച്ചേർന്ന് ഉറുദു എന്ന ഭാഷയും അതേപോലെ ഹിന്ദുസ്ഥാനി സംഗീതവും ഒക്കെ ഉത്ഭവിച്ചത് ഈ കലയുടെയും സാഹിത്യത്തിൻ്റെയും സാമൂഹിക സംസ്കാരത്തിൻ്റെയൊക്കെ സമന്വയത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. താജ്മഹൽ നമുക്കറിയാം, ഇത് പേർഷ്യൻ നിർമ്മിതിയാണ്. അതേപോലെ ആഗ്ര കോട്ട, ഇതും ഒരു പേർഷ്യൻ നിർമ്മിതിയാണ്. പേർഷ്യൻ വാസ്തുവിദ്യയുടെ അത്ഭുതമാണ് ഈ താജ്മഹലും ആഗ്ര കോട്ടയും ഒക്കെ. മുഗൾ ഭരണകാലത്ത് എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ, ഇത്തരത്തിലുള്ള നിർമ്മിതികളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയായിരുന്നു മുഗൾ ഭരണകർത്താക്കന്മാരുടെ പേര്? ബാബർ, ഹുമയൂൺ, അക്ബർ, ഇങ്ങനത്തെ ചക്രവർത്തിമാരുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. അതേപോലത്തെ ദീൻ ഇലാഹിയെക്കുറിച്ചും ഇബാദത്ത് ഖാനയെക്കുറിച്ചും പറഞ്ഞു. ജസിയ എന്ന് പറഞ്ഞ മതനികുതിയെക്കുറിച്ച് പറഞ്ഞു. മാൻസബ്ദാരി സിസ്റ്റമായ സൈന്യത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ മുഗൾ ഭരണരീതി എങ്ങനെയായിരുന്നു? 4 തിരിച്ചിട്ടുണ്ടായിരുന്നു: സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. പിന്നെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു? ഭൂരിഭാഗം കർഷകരായിരുന്നു. നെല്ല്, പരുത്തി, ബാർലി, ചോളം ഇവയെല്ലാം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അവയെല്ലാം കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സാംസ്കാരിക നഗരങ്ങൾ ഉണ്ടായിരുന്നു. ആഗ്രയും ധാക്കയും ഒക്കെ നമ്മൾ അന്നത്തെ സാംസ്കാരിക നഗരങ്ങളായിരുന്നു. ഈ സാംസ്കാരിക സമന്വയം എന്ന് പറഞ്ഞാൽ പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ ചേർത്തുകൊണ്ട് ഉറുദു എന്നൊരു ഭാഷയുണ്ടായി. പേർഷ്യൻ വാസ്തുവിദ്യാ രീതിയിൽ ഇന്ത്യയിൽ ഒരുപാട് കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഇതൊക്കെയാണ് നമ്മൾ മുഗൾ ഭരണത്തെക്കുറിച്ച് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട ഭരണകൂടമായിരുന്ന സാമ്രാജ്യമായിരുന്ന മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത്യാവശ്യം വിവരങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതേ സമയം തന്നെ മുഗൾ സാമ്രാജ്യത്തോടൊപ്പം തന്നെ ആ സമയത്ത് നമ്മളുടെ തെക്ക് ഭാഗത്ത്, തെക്കേ ഇന്ത്യയിൽ, അതായത് സൗത്ത് ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ഒരു ഭരണകൂടമായിരുന്നു വിജയനഗര സാമ്രാജ്യം. ഈ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. വിജയനഗരം എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ നഗരം എന്നാണ് അതിന്റെ അർത്ഥം. പേരിൽ തന്നെ മനസ്സിലായല്ലോ. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഹംപിയാണ്. അതാണ് നമ്മുടെ ഈ പാഠത്തിന്റെ ആയത്ത് കണ്ട ഒരു ചിത്രം. ഹംപിയിലെ ഒരു ക്ഷേത്രത്തിന്റെ പടമായിരുന്നു, ഒരു ചിത്രമായിരുന്നു. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഹംപി ആയിരുന്നു. അപ്പോൾ അന്നത്തെ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഏകദേശം ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ
ഇപ്പോഴത്തെ ഭൂപടം വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ നടത്തി നോക്കാം. ഇന്നത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയായിരുന്നു അന്നത്തെ വിജയനഗര സാമ്രാജ്യം ഉണ്ടായിരുന്നത് എന്ന്. അല്ലേ, നോക്കല്ലേ. വിജയനഗര സാമ്രാജ്യത്തിന്റെ ചിത്രം വെച്ചിട്ട് ഇന്ത്യയുടെ ഇന്നത്തെ ഭൂപടവുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയായിരുന്നു അന്ന് വിജയനഗര സാമ്രാജ്യം ഉണ്ടായിരുന്നത്? തമിഴ്നാട്, ഇന്നത്തെ തമിഴ്നാടിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, കർണാടകയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, തെലുങ്കാന, പിന്നെ ഏതൊക്കെയായിരുന്നു ഭാഗങ്ങൾ ഉണ്ടായിരുന്നത്? ഒറീസ. ഇത്രയും ഭാഗങ്ങളല്ലേ, മനസ്സിലായല്ലോ അല്ലേ? ക്ലിയർ ആയില്ലേ? അതായത് തമിഴ്നാടിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. നമുക്ക് തമിഴ്നാടാണെന്ന് അറിയാം അല്ലേ, തമിഴ്നാടാണ്. പിന്നെ കർണാടക, ഏതാണ് ഈ ഭാഗം? കർണാടകയാണ് അല്ലേ, ഇത് കർണാടകയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അതേസമയം ആന്ധ്രാപ്രദേശ് ഉണ്ട്, ആന്ധ്രാപ്രദേശും തെലുങ്കാനയും ഉണ്ട് അല്ലേ. ഈ ഭാഗങ്ങൾ തെലുങ്കാനയാണ്, ആന്ധ്രാപ്രദേശാണ്. കുറഞ്ഞ ഭാഗം മഹാരാഷ്ട്ര, പിന്നെ ഇന്നത്തെ ഒറീസ അല്ലേ, ഒറീസ. ഈ ഭാഗങ്ങളെല്ലാം ചേർന്നായിരുന്നു വിജയനഗര സാമ്രാജ്യം. ഇപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടിയല്ലോ അല്ലേ. നമ്മൾ വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ച് ഭൂപടം നിരീക്ഷിച്ച് വിജയനഗര സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പട്ടിക രേഖപ്പെടുത്താൻ പറയുന്നുണ്ട്. അപ്പോൾ ആ പട്ടികകൾ ഏതൊക്കെയാണ്? ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഒറീസ, അങ്ങനെ പട്ടികകളുണ്ട്, നമുക്ക് കൊടുക്കാം. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെ കുറിച്ചൊരു പട്ടിക പറയുന്നുണ്ട്. അതിലെ വിജയനഗര സാമ്രാജ്യം സംഗമ രാജവംശം, സാലുവര വംശം, തുളു വംശം, അരവിട് വംശം എന്നിങ്ങനെ 3-4 വംശങ്ങൾ ചേർന്നായിരുന്നു അവരുടെ വിജയനഗര സാമ്രാജ്യം ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ സംഗമ രാജവംശത്തിലെ രാജാക്കന്മാരായിരുന്നു ഹരിഹരൻ ആൻഡ് ബുക്കൻ. ഹരിഹരൻ, ബുക്കൻ എന്ന് പറഞ്ഞ 2 സഹോദരന്മാരായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൽ സംഗം രാജവംശം ഭരിച്ചിരുന്നത്. അതിനുശേഷം സാലു വംശത്തിലെ നരസിംഹ സാലുവായിരുന്നു ഭരണം നടത്തിയിരുന്നത്. തുളു വംശത്തിലെ വീരനരസിംഹനും കൃഷ്ണദേവരായരുമായിരുന്നു. അരവിട് വംശം തിരുവല, പിന്നെ വെങ്കിട ഒന്നാമൻ, ഇത്രയും രാജാക്കന്മാരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. ഇതിലെ തുളു വംശത്തിലെ കൃഷ്ണദേവരായർ ആയിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ വളരെ പ്രമുഖനായ രാജാവ്. അദ്ദേഹത്തിന്റെ കാലഘട്ടമായിരുന്നു 1509 1529 വരെ ആയിരുന്നു വിജയനഗര സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ച് ഒരു യൂറോപ്യൻ സഞ്ചാരി പറഞ്ഞ വാക്കുകൾ നമുക്കിവിടെ വായിക്കാൻ പറ്റും. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ടു വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വിജയനഗര സാമ്രാജ്യത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ ഈ ഒരൊറ്റ കുറിപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണദേവരായ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെ വികസനത്തിന്റെ കാലഘട്ടമായിരുന്നു. ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ ഒരുപാട് സൗകര്യങ്ങൾ, കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ പണി കഴിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ മതസഹിഷ്ണുതയായിരുന്നു. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കുകയും എല്ലാ മതക്കാർക്കും സ്വാതന്ത്ര്യവും സമാധാനവും നൽകിക്കൊണ്ട് വിശ്വാസങ്ങളിൽ അടിയുറച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനം. അതേപോലെ കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് കലയിലും സാഹിത്യത്തിലും ഒരുപാട് പുരോഗതികളും ലഭിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അക്ബറിന്റെയും കൃഷ്ണദേവരായരുടെയും മതനയം താരതമ്യം ചെയ്തുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറിപ്പ് തയ്യാറാക്കാം നോക്കാം. ഇപ്പോൾ അക്ബറിന്റെ മതനയങ്ങൾ എന്തൊക്കെയായിരുന്നു? വ്യത്യസ്ത വിശ്വാസങ്ങളുടെ അനുയായികൾക്കിടയിൽ പരസ്പര ധാരണയിലും അനുരഞ്ജനത്തിലും അക്ബർ വിശ്വസിച്ചിരുന്നു. ഏത് മതവിശ്വാസികളായാലും അവർക്ക് സമാധാനം അദ്ദേഹം ആവശ്യമില്ല. രണ്ടാമത്തെ പോയിന്റ്, മതസഹിഷ്ണുതയ്ക്കും സമത്വത്തിനും വേണ്ടി അദ്ദേഹം വാദിച്ചു. എല്ലാ മതങ്ങളും തുല്യമാണെന്നുള്ള വാദമായിരുന്നു അക്ബറിനുണ്ടായിരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ദൈവശാസ്ത്രത്തെയും തത്വചിന്തയെയും കുറിച്ചുള്ള ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന വൈവിധ്യമാർന്ന മതപണ്ഡിതരുടെ സംഗമ ഭൂമിയായിരുന്നു അദ്ദേഹത്തിന്റെ കൊട്ടാരം. അപ്പോൾ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ എല്ലാ മതവിശ്വാസികളിലും എല്ലാ മത നേതാക്കന്മാരും കൂടി ചേർന്ന ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ നടത്തിയിട്ടായിരുന്നു. അക്ബർ അമുസ്ലിങ്ങളുടെ ജിസിയ നികുതി നിർത്തലാക്കി. അമുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന മുസ്ലിം ഇതര വിശ്വാസികൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന നികുതി, ജിസിയ എന്ന നികുതിയെ അക്ബർ നിർത്തലാക്കിയിട്ടായിരുന്നു. ഇനി ശ്രീ കൃഷ്ണദേവരായരുടെ മതനയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അദ്ദേഹം ശ്രീ വൈഷ്ണവ വിഭാഗത്തിൽപ്പെട്ട ഒരു ഭക്ത ഹിന്ദുവായിരുന്നു. അദ്ദേഹത്തിന് മതചിന്ത എന്തായിരുന്നു? അദ്ദേഹം ഒരു ഭക്ത ഹിന്ദുവായിരുന്നു. ശ്രീ വൈഷ്ണവ വിഭാഗത്തിൽപ്പെട്ട ഭക്ത ഹിന്ദുവായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് വ്യക്തിപരമായ വിശ്വാസങ്ങൾ ഉണ്ടായിട്ടും എല്ലാ
വിഭാഗങ്ങളെയും ബഹുമാനിക്കുകയും വിവിധ മതസ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം കല, സാഹിത്യം, വാസ്തുവിദ്യ എന്നിവയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അതേപോലെ ഹിന്ദു സംസ്കാരത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത അതിലങ്ങനെ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണ സംവിധാനം എങ്ങനെയാണെന്ന് നോക്കാം. വിജയനഗര സാമ്രാജ്യത്തിൽ ഭരണത്തിൽ രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. രാജാവിനാണ് ഭരണം നടത്തിയിരുന്നത്. പക്ഷേ രാജ്യത്തെ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പ്രവിശ്യ, നാടുകൾ അല്ലെങ്കിൽ ജില്ല, സ്ഥലം അല്ലെങ്കിൽ ഉപജില്ല, ഗ്രാമങ്ങൾ ഇങ്ങനെ 4ആയിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് മുമ്പ് നമ്മൾ മുഗൾ സാമ്രാജ്യത്തിലും കണ്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ രാജാവിനെ സഹായിക്കാൻ വേണ്ടി മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ ഭരിക്കാനും ശിക്ഷിക്കാനും തരം താഴ്ത്താനുമുള്ള അധികാരം രാജാവിനായിരുന്നു. കോടതികൾ ഉണ്ടായിരുന്നു. അപ്പീൽ അധികാരി രാജാവായിരുന്നു. പിന്നെ വിജയനഗര സാമ്രാജ്യത്തിലെ സൈന്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈന്യങ്ങൾ നമ്മൾ അമരനായകന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അമര എന്ന് പറയുന്ന അമര എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഇവർക്ക് വേണ്ടി പതിച്ചു നൽകപ്പെടും. അതായത് ഈ നായകന്മാർക്ക് പതിച്ചു നൽകുന്ന സ്ഥലങ്ങളെ അമര എന്നറിയപ്പെടുന്നു. അമര എന്ന് പറയുന്ന സ്ഥലങ്ങൾക്ക് നായകന്മാരായി കിട്ടുന്ന ആൾക്കാരെ അമരനായകന്മാർ എന്നറിയപ്പെടുന്നു. ഇവർ ആ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുകയും അവിടുത്തെ നികുതി പിരിക്കുകയും ആ നികുതി ഉപയോഗിച്ചുകൊണ്ട് രാജാവിന് വേണ്ടി യുദ്ധങ്ങളെ, ഭടന്മാരെ, പോരാളികളെ, കുതിരകളെ, ആനകളെ, പടക്കോപ്പുകളെ എന്നിവയെല്ലാം ശേഖരിച്ചു വെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇതായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിന്റെ സൈനിക ബലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതേ സിസ്റ്റമായിരുന്നു മാൻസബ്ദാരി എന്ന് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. മാൻസബ്ദാരിയും അമരനായക സംവിധാനവും തമ്മിലുള്ള ഒരു സമ്പ്രദായം തമ്മിലുള്ള ഒരു താരതമ്യം നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് പറയുകയാണ്. വിജയനഗര സാമ്രാജ്യ സാമൂഹിക സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഉന്നതരായി അറിയപ്പെടുന്ന ബ്രാഹ്മണന്മാരായിരുന്നു. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിലെ മേൽക്കോയ്മ ഉണ്ടായിരുന്നത്. അവർക്കായിരുന്നു ക്ഷേത്രങ്ങളിലെ വരുമാനങ്ങൾ, പൂജ ചെയ്യാനുള്ള അവകാശങ്ങളെല്ലാം ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു. മറ്റു തൊഴിൽ ചെയ്യുന്ന കൃഷിക്കാർ, കച്ചവടം, കൈത്തൊഴിൽ എന്നുള്ള തൊഴിൽ ചെയ്തായിരുന്നു മറ്റു ജനങ്ങൾ ജീവിത ഉപാധിയായിട്ട് നിലനിർത്തിക്കൊണ്ട് വന്നിരുന്നത്. അവരുടെ തൊഴിലുകൾ ബ്രാഹ്മണരല്ലാത്ത മറ്റാളുകളുടെ ജീവിതോപാധി എന്ന് പറയുന്നത് കൃഷിയും കച്ചവടവും കൈത്തൊഴിലുകളും ഒക്കെ ആയിരുന്നു. അതുമാത്രമല്ല, ഈ വിജയനഗര സാമ്രാജ്യത്തിൽ കൊട്ടാരത്തിൽ സ്ത്രീകൾക്ക് പൂന്തോട്ടം അലങ്കരിക്കാനും കണക്കുകൾ നോക്കാനും അങ്ങനെയുള്ള ജോലികളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. ശൈശവ വിവാഹം ഉണ്ടായിരുന്നു. സതി സമ്പ്രദായം ഉണ്ടായിരുന്നു. ശൈശവ വിവാഹം എന്ന് പറഞ്ഞാൽ ശിശുക്കളുടെ വിവാഹം ചെയ്തു കൊടുക്കുക. സതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ ചിതയിൽ ഭാര്യ ചാടി ആത്മഹത്യ ചെയ്യുക എന്നുള്ള അതുപോലെയുള്ള ചിതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഡൊമിംഗോ പൈസ് എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് സഞ്ചാരിയുടെ വരികൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും ഭവ്യങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? വിജയനഗര സാമ്രാജ്യ തെരുവുകള്, കച്ചവട കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റുകൾ, ഇവിടെ മുത്തുകളും പവ്യങ്ങളും മരതകളും മാണിക്യക്കല്ലും എന്ന് മാത്രമല്ല ആനകൾ, കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി എന്ത് വേണമെങ്കിലും വിൽപ്പനയ്ക്ക് ലഭിക്കുമായിരുന്നു. ഒരു കച്ചവട കേന്ദ്രം തന്നെയായിരുന്നു വിജയനഗര സാമ്രാജ്യം. ഇപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് എന്തായിരുന്നു? കൃഷി തന്നെയായിരുന്നു. ജനങ്ങളുടെ പ്രധാന തൊഴിലും കൃഷിയായിരുന്നു. കൃഷിയിൽ നിന്ന് സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വെച്ചായിരുന്നു കൃഷിക്ക് വേണ്ടിയിട്ട് തുംഗഭദ്ര നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിക്കുകയും ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷിഭൂമിക്കും കെട്ടിടങ്ങൾക്കും നികുതി ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ നികുതി, ലൈസൻസ് ഫീസുകൾ, കോടതിയിൽ പിഴകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു സർക്കാരിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. വിജയനഗര സാമ്രാജ്യം അങ്ങനെ വലിയ ഒരു കച്ചവട കേന്ദ്രമായിട്ട് വ്യാപിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വ്യാപാരത്തിന് വേണ്ടി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയിലേക്ക് എത്തുമായിരുന്നു. അവിടുത്തെ ഒരുപാട് കച്ചവട കേന്ദ്രങ്ങളിലേക്ക് പോർച്ചുഗീസുകാർ, അറബികൾ, ചൈനക്കാർ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരികയും ഈ രാജ്യങ്ങളുമായൊക്കെ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അറേബ്യയിൽ നിന്നും അറബികൾ കുതിരകളെ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്യുമായിരുന്നു. അങ്ങനെ ആ കച്ചവടം ചെയ്യുന്ന സ്വദേശികളായ ആളുകളെ കുതിരച്ചെട്ടിമാരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതൊക്കെയായിരുന്നു സാമ്പത്തിക സാമുദായിക കാര്യങ്ങളെക്കുറിച്ച് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കുറച്ച് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. സാംസ്കാരിക കാര്യങ്ങളെക്കുറിച്ച് വരുമ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ അവരുടെ കെട്ടിട നിർമ്മാണം, ശില്പകലകളായിരുന്നു. വാസ്തുശില്പങ്ങളും നിർമ്മാണങ്ങളുമായിരുന്നു. വളരെ മനോഹരമായ ക്ഷേത്രങ്ങളും ഗോപുരങ്ങളുമായിരുന്നു അവിടെ എടുത്തു പറയേണ്ട
സാംസ്കാരിക പൈതൃകം. രണ്ടാമത് പിന്നെ കലയിലും സാഹിത്യത്തിലും ഉണ്ടായിരുന്ന പരിപോഷണമായിരുന്നു. വിജയനഗര സാമ്രാജ്യം ആ വിജയനഗര കാലഘട്ടങ്ങളിലെ ശാസ്ത്രങ്ങളിലെ പഠനങ്ങൾക്ക് വേണ്ടി പാഠശാലകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ അപൂർവമായ വളർച്ചയുണ്ടായിരുന്നു. കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെ സാഹിത്യത്തിന് സംരക്ഷകരായിരുന്നു. അവർ പിന്തുടർന്നു വന്നിരുന്ന ദ്രാവിഡ ശില്പരീതിയായിരുന്നു കൂടുതലായിട്ടും പിന്തുടർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഗോപുരങ്ങൾ, ക്ഷേത്ര കവാടങ്ങൾ ഇവയൊക്കെയായിരുന്നു ദ്രാവിഡ ശില്പരീതിയുടെ ഒരു പ്രത്യേക സവിശേഷത എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ചിത്രങ്ങളിൽ കാണാൻ പറ്റും. ക്ഷേത്രങ്ങൾ, ഗോപുരങ്ങൾ, കോട്ടകൾ, കൊട്ടാരങ്ങളെല്ലാം കാണാൻ പറ്റും ദ്രാവിഡ ശില്പരീതിയിലുണ്ടായിരുന്നത്. തെലുങ്ക് സാഹിത്യത്തിലും മറ്റും വിവിധ ഭാഷകളിലേക്ക് കൃതികൾ വിവർത്തനം ചെയ്യപ്പെടുകയും ഒക്കെ കൃഷ്ണദേവരായരുടെ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. കുറച്ച് എക്സസൈസുകളുണ്ട്. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുള്ള സംഭാവനകൾ സംബന്ധിച്ച് ചിത്രങ്ങൾ ശേഖരിച്ചൊരു ആൽബം തയ്യാറാക്കാനുണ്ട്, സെമിനാർ നടത്താനുണ്ട്. വിജയനഗര സാമ്രാജ്യവും മുഗൾ ഭരണവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നടത്താൻ വേണ്ടി പറയുന്നുണ്ട്. വേണ്ടിയുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു മുഗൾ ഭരണം എന്തായിരുന്നു, വിജയനഗര ഭരണം എന്തായിരുന്നു എന്നുള്ളൊരു കമ്പാരിസൺ നമുക്ക് നടത്താം. വിജയനഗര സാമ്രാജ്യവും അതായത് മുഗൾ സാമ്രാജ്യം, ഈ രണ്ട് ഭരണകൂടങ്ങൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. രാജവാഴ്ചയായി രണ്ട് ഭരണകൂടങ്ങൾ നടത്തിയ രാജവാഴ്ച തന്നെയായിരുന്നു. മുഗൾ ഭരണം മാൻസബ്ദാരി സിസ്റ്റമായിരുന്നു സൈന്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വെച്ചിരുന്നതെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിൽ അത് അമരനായകന്മാരായിരുന്നു. സുബ, സർക്കാർ, പർഗാന, ഗ്രാമം എന്ന രീതിയിൽ മുഗൾ ഭരണകൂടത്തിൽ രാജ്യത്തെ വിഭജിച്ചിട്ടുണ്ടെങ്കിൽ വിജയനഗര ഭരണം മണ്ഡലം, നാടുകൾ, സ്ഥലം, ഗ്രാമം എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. പ്രാദേശിക കോടതികൾ അല്ലെങ്കിൽ ഗാസിമാരായിരുന്നു മുഗൾ ഭരണത്തിലുണ്ടായിരുന്നത്. വിജയനഗര ഭരണത്തിലും കോടതികളുണ്ടായിരുന്നു. മുഗൾ ഭരണം മുന്നോട്ട് വെച്ചത് പേർഷ്യൻ നിർമ്മിതികളായിരുന്നെങ്കിൽ വിജയനഗര ഭരണത്തിലെ ദ്രാവിഡ ശില്പരീതിയായിരുന്നു.